ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുട്ടികളുടെ സൈക്കിളിൽ മെയിനായിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റാണ് സൈക്കിളിൻ്റെ ചെയിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്രെയിനർ വീലുകൾ ഉള്ള സൈക്കിളുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ കൂടി മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി ഓടിക്കുന്ന സമയത്ത് കല്ലിലോ കുഴിയിലോ ഒക്കെ തട്ടിയിട്ട് ഈ ട്രെയിനർ വീല് ചെറുതായിട്ട് പിന്നിലോട്ട് ഇവിടെയൊക്കെ തട്ട് വരുമ്പോൾ ഇത് മെല്ലെ ലൂസാവും. ഇത് ലൂസാകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയും ഒരു നെട്ടുണ്ട്. ആ നെട്ട് ലൂസാകുമ്പോൾ ഈ ആക്സിൽ ഉണ്ടല്ലോ അത് ലൂസാവും. ആ ആക്സിൽ ലൂസാകുന്ന സമയത്ത് ചെയിനിൻ്റെ ട്രാക്ക് തെറ്റും. അതായത് ഫ്രീ വീലും ക്രാങ്കും തമ്മിൽ ഒരേ ലൈനിൽ വരണം. ആ രീതിയിലാണ് നമ്മൾ ചെയിൻ ടൈറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇത് ലൂസാകുന്ന സമയത്ത് ആ ട്രാക്ക് തെറ്റുമ്പോൾ ചങ്ങല അഴിഞ്ഞഴിഞ്ഞ് പോവും. മിക്ക ആൾക്കാരും ഈ പുറമേയുള്ള നെട്ട് ടൈറ്റാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ചങ്ങല പിന്നെയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൂസായിക്കൊണ്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ട്രെയിനർ വീൽ ആദ്യം അഴിച്ച് വെക്കുക, അതിനുശേഷം ഉള്ളിലുള്ള നെട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പാനർ എന്തൊക്കെയാണെന്നുള്ളത് 15-ൻ്റെ ഒരു സ്പാനറും അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറുമാണ് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്പാനറും സ്ക്രൂ ഡ്രൈവറും എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്പാനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ചെയിൻ കവർ നമ്മൾ അഴിച്ച് മാറ്റണം. ചില ചെയിൻ കവറിലൊക്കെ ഈ ഒരു ഇത് ചെറുതായിരിക്കും, ഈ വട്ടം ചെറുതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെഡൽ അഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയിൻ കവർ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു 14-15-ൻ്റെ ഡബിൾ എൻഡ് സ്പാനർ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് പെഡൽ അഴിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയിൻ കവർ മാത്രം അഴിച്ചിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചെയിൻ കവറിൻ്റെ സ്ക്രൂ അഴിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ഇതിൻ്റെ ട്രെയിനർ വീല് അഴിച്ച് ഒഴിവാക്കണം. ട്രെയിനർ വീലിൻ്റെ ഉൾഭാഗത്തുള്ള നെട്ടാണിത്. ഈ നെട്ടാണ് ട്രെയിനർ വീലിന് വല്ല തട്ട് കാര്യങ്ങളൊക്കെ പെടുന്ന സമയത്ത് ലൂസാകുക. ഇത് ലൂസാകുമ്പോഴാണ് ചെയിനിൻ്റെ ട്രാക്ക് തെറ്റുക. നമുക്കിതിൽ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ മാത്രമല്ല ഒരു 8-ൻ്റെ സ്പാനർ കൂടി ആവശ്യമായി വന്നിട്ടുണ്ട്. അതിവിടെയുള്ള ഈ ഒരു ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയിൻ കവർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയിന് പൊട്ടിയിട്ടില്ല, ജസ്റ്റ് അഴിഞ്ഞു പോയിട്ട് മാത്രമേ ഉള്ളൂ. ചെയിന് പൊട്ടിയതാണെങ്കിൽ ചെയിന് പൊട്ടിയ സൈക്കിളിൻ്റെ പൊട്ടിയത് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് ചെയിന് ടൈറ്റാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ആദ്യം ചെയിനിൻ്റെ ബാക്കിൽ ഫ്രീ വീലിലിടുന്നു, അതിനുശേഷം നമ്മൾ ക്രാങ്കിലേക്ക് ഇടുന്നു, എന്നിട്ട് പതിയെ നമ്മൾ ബാക്കോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ചെയിൻ സെറ്റായിട്ടുണ്ട് ട്രാക്കിൽ, പക്ഷേ ചെയിൻ വളരെ ലൂസാണ്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്
രണ്ട് ഭാഗത്തുള്ള നെറ്റ് ഒരേ സമയത്ത് അഴിക്കാൻ പാടില്ല. ഒരു ഭാഗത്തുള്ളത് അഴിച്ചതിന് ശേഷം അത് മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് അടുത്ത സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഭാഗത്തുള്ള നെറ്റ് നമ്മളിതുപോലെ കുറച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ടയറിന് ചെറുതായിട്ട് ഇളക്കമുണ്ട്, ഷെയ്ക്കുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് 14-15 ഒരു ഡബിൾ എൻഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ വീലിൻ്റെ ഷെയ്ക്ക് ഉള്ളിലുള്ള കോണിനിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഷെയ്ക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ വീല് സ്മൂത്തായിട്ട് തിരികെയും വേണം. നമ്മളിത് ഓവർ ടൈറ്റ് ചെയ്താൽ വീല് സ്മൂത്തായിട്ട് കറങ്ങില്ല, അതൊരു ടൈറ്റ് വരും. അത് കുറച്ച് കഴിയുന്ന സമയത്ത് ബോൾ ബെയറിങ്ങിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ സ്മൂത്തായിട്ട് കറങ്ങുകയും വേണം, അതേ സമയത്ത് ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇളക്കം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിമിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് നമ്മുടെ പെരുവിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ആക്സിലിനിട്ട് ഈ ലൈനിലുണ്ടല്ലോ, ഇത് കറക്റ്റ് ലൈനിൽ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം പ്രസ് ചെയ്ത് പിടിക്കുക ഈ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് ഇടത് കൈയിൻ്റെ പെരുവിരലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെയിന് ഒരുവിധം ടൈറ്റുമാണ്. ഓവർ ടൈറ്റ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഫ്രെയിമിൻ്റെ അടുത്ത് ഒരു വിരൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ വീല് സെൻറ്റർ അല്ല എന്നർത്ഥം. നമ്മൾ ഒരു ഭാഗം മാത്രമാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ഗ്യാപ്പ് കൂടുതലാണ്. അപ്പോൾ വീല് കുറച്ചുകൂടി ഈ ഭാഗത്തേക്ക് വരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓൾറെഡി നമ്മുടെ ഈ ഭാഗത്തുള്ള സൈഡ് വീല്, അതായത് സ്ട്രെയിനർ വീല് ലൂസാണ്. അപ്പോൾ ഈ നെട്ടും നമുക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ നെട്ട് മെല്ലെ അഴിച്ചെടുക്കുക. ഇത് ഓൾറെഡി ലൂസായതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ നെട്ട് നമ്മൾ ചെറുതായിട്ട് ലൂസാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക. നമ്മൾ ടയറിനെ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് തള്ളുക അങ്ങേ ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്തായി, ഈ ഗ്യാപ്പും ആ ഗ്യാപ്പും ഏകദേശം സെയിം ആകുന്നൊരു, അത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയിന് സ്മൂത്തായിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ സൈഡ് വീലിൻ്റെ ക്ലിപ്പ് അതിട്ട് കൊടുക്കുക. വീലിട്ട് കൊടുക്കുക. വീല് നമുക്ക് എത്രയാണോ ഹൈറ്റിൽ വെക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ട്രെയിനർ വീല് കുട്ടികൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് വരെ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്.
കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്തുകൂടി വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ഇതുപോലെ ലൂസാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ കുട്ടികളെ ഓടിച്ച് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ട്രെയിനർ വീൽ അഴിച്ചിട്ട് സൈഡ് സ്റ്റാൻഡ് ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് അഴിച്ച ചെയിൻ കവർ നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ട്രെയിനർ വീല് ഫിറ്റാക്കണം. ഇപ്പോൾ നമ്മൾ ട്രെയിനർ വീലും ഫിറ്റായി കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ചങ്ങല ടൈറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.